ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കൊണ്ടോട്ടിയിലേക്ക് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടിയിൽ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആദ്യം പോകുന്നത് കൊണ്ടോട്ടി എയർപോർട്ടിലെ വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും പൊന്തുന്നതും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തി, അവിടേക്കുള്ളൊരു വഴിയാട്ടത്. ഇതിലൂടെ മാക്സിമം ബൈക്കുമെന്ന് മാത്രമേ നല്ലപോലെ പോകാൻ പറ്റുള്ളൂ. കാറും ഓട്ടോറിക്ഷയ്ക്ക് ആകുമ്പോൾ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഇടുങ്ങിയ റോഡാണ്. അതിന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മുഖത്തൊരു മുഖക്കുരു വന്നിട്ടുണ്ട്, അതാണ് കേട്ടോ നോക്കണത്. അങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി ഏട്ടൻ അവിടെ വണ്ടി സൈഡാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കണ്ടിവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഉള്ളിലോട്ട് വന്നാൽ. പിന്നെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. കുറച്ച് ഹൈറ്റിലായിട്ട് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് എയർപോർട്ടിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. റിത്തൂസ് റിനുമോളും വിമാനം കാണാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിട്ടാണ് പോണത്. റിനുമോക്ക് പിന്നെ അത്രയ്ക്കുള്ളൊരിതൊന്നും അറിഞ്ഞൂടല്ല, റിത്തൂസിനാണ് ഭയങ്കരമായിട്ട്. അങ്ങനെ ഈ ഒരു കാഴ്ചയായിട്ട് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങള് അവിടെ എത്തി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാട്ടോ ഫ്ലൈറ്റ് പൊന്തുന്നത് തന്നെ കണ്ടത്. കാരണം കാറ്റിന്റെ ഗതി അനുസരിച്ചിട്ടാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതും പൊന്തുന്നതും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നേ. ഈ ഒരു വെള്ളക്കെട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇവിടെ എയർപോർട്ട് പണിയുന്ന സമയത്ത് മണ്ണെടുത്തതാന്നാ പറഞ്ഞത്. അവിടെ ഒരു ഫ്ലൈറ്റ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് പൊന്താനുള്ളതാണ് എന്നാ പറഞ്ഞത് കേട്ടോ. കുറച്ച് കഴിയും എന്നാണ് അവിടെ നിന്ന് ഇങ്ങനെ പരസ്പരം ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്ഷമേൻ്റെ നെല്ലിപ്പലകൊക്കെ പൊളിയാന്ന് പറയല്ലോ, അത്രയ്ക്കായിട്ടുണ്ട്. റിത്തൂസ് റിനുമോളും നല്ല അലമ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ഇപ്പം വരും ഫ്ലൈറ്റ് എന്നുള്ള പ്രതീക്ഷയിലായിട്ട് നിൽക്കണം. ലാസ്റ്റ് ഒരു ഫ്ലൈറ്റ് പൊന്തുന്നത് കണ്ടു കിട്ടാ. അപ്പം കുറച്ച് ഭാഗ്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ എടുക്കണമല്ലോ. പിന്നെ ഇത് ഫോണ് ആ സമയത്ത് ക്യാമറ നിൽക്കിയിട്ടും ഞങ്ങളില്ല. അപ്പം ഈ ഒരു ഭാഗമായിട്ട് കിട്ടി. അപ്പം എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വന്നത് ഒരു പാർക്കിലേക്ക് ആട്ടോ, മേരി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. ഈ റിത്തൂസിന് എവിടെയും പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, പ്രത്യേകിച്ച് സർക്കിറ്റിന്. അങ്ങനെ റിത്തൂസായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കുട്ടി മുന്നിൽ ഓടി ഓരോ റൈഡിലും കയറാൻ തുടങ്ങിയിട്ടാ. ഓരോ റൈഡിലും സെപ്പറേറ്റ് പൈസയാണ്. നല്ല ക്യാഷ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപയും 80 രൂപയും 70 രൂപയൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാന്. ഞാനും ഏട്ടനൊന്നും ഒന്നിലും കയറിയില്ല. റിത്തൂസ് തന്നെ കേട്ടോ റൈഡിലൊക്കെ കയറിയത്. റിനുമോള് പിന്നെ ചെറിയ കുട്ടിയല്ല, അവളെ ഒന്നിലും കയറ്റിയിട്ടൊന്നുമില്ല. റിത്തൂസിന് എല്ലാത്തിലും കയറണം. അങ്ങനെ 2 റൈഡിൽ മാത്രം അവനെ കയറ്റി. ഒരു ബോട്ടിലും പിന്നെ മറ്റേ ആ വീർപ്പിച്ചുള്ള അതിനെന്ത് സംഭവം എനിക്ക് പേരിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഈ ബോട്ടിൽ കയറി. അവനാണെങ്കിൽ ഭയങ്കര തുഴച്ചിലായിരുന്നു കേട്ടോ. അപ്പുറത്തും കുട്ടികൾ ഓട്ടുന്ന ബോട്ടിലൊക്കെ പോയി മുട്ടലായിരുന്നേ. ലാസ്റ്റ് റിനുമോള് ഭയങ്കര കരച്ചിലോടി അവക്ക് കയറണമെന്ന്. അങ്ങനെ റിത്തൂസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന ആളോട് നമ്മൾ ചോദിച്ച് വെറുതെ ഒന്ന് ഇരുത്തിയിട്ട്. അപ്പം എന്നോട് പറയാ വിടമ്മേന്ന്, അവൾക്ക് ഒറ്റയ്ക്ക് തുഴഞ്ഞു പോവാനേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ അവളെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു, 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും കഴിക്കണം, അതൊരു ആചാരമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ പഴംപൊരിയായിട്ടും കോഴിമുട്ടയായിട്ടൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോരാൻ നിന്നേ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻ്റൊക്കെ പറയുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.